തിരയിൽപ്പെട്ട് കാണാതായ 2 കുട്ടികളുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. ഒളവണ്ണ സ്വദേശികളായ ആദിൽ ഹസൻ, മുഹമ്മദ് ആദിൽ എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. ഇന്ന് പുലർച്ചെ വരെ തുടർച്ചയായി നീണ്ട തെരച്ചിലിനൊടുവിലാണ് മൃതദേഹങ്ങൾ കിട്ടിയത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും റിയാസ് KMR ചേരുകയാണ്. റിയാസ്, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? തുളസി, 2 കുട്ടികളുടെയും മൃതദേഹം കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മൃതദേഹങ്ങൾ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതായത് ആദിൽ ഹസന്റെ മൃതദേഹമാണ് ആദ്യം കണ്ടെത്തിയത്. 16 വയസ്സാണ് ആദിൽ ഹസന്റെ പ്രായം എന്ന് പറയുന്നത്. SSLC കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയാണ് ആദിൽ ഹസൻ. അത് ഇന്നലെ രാത്രി 11:15 ഏകദേശം അർദ്ധരാത്രിയോടുകൂടിയാണ് ഇന്നലെ അങ്ങനൊരു മൃതദേഹം കണ്ടെത്തിയത്. പിന്നീട് പുലർച്ചെ വരെ നീണ്ട തിരച്ചിലിനൊടുവിലാണ് മുഹമ്മദ് ആദിലിന്റെ 18 വയസ്സുള്ള മുഹമ്മദ് ആദിലിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഈ മുഹമ്മദ് ആദിൽ ഇപ്പോൾ +2 പരീക്ഷ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഈ സംഭവം നടന്നത് ഇന്നലെ രാവിലെ 8:30 കൂടിയാണ് അപകടമുണ്ടായത്. ഒളവണ്ണയിൽ നിന്ന് എത്തിയ 8 അംഗ സംഘം അടങ്ങിയ കുട്ടികൾ അവിടെ കോഴിക്കോട് ബീച്ചിൽ ലയൺസ് പാർക്കിന് പരിസരത്തായി ഫുട്ബോൾ കളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ആ ഫുട്ബോൾ കളിക്കുന്നതിനിടെ പന്ത് തിരയിലേക്ക് പോകുകയും ചെയ്തു. ആ പന്ത് എടുക്കാനുള്ള ഒരു ശ്രമത്തിനിടെ 3 പേരായിരുന്നു ആദ്യം തിരയിൽപ്പെട്ടത്. അതിലൊരാളെ ഓടിക്കൂടിയ സമീപത്തെ മത്സ്യത്തൊഴിലാളികളായ നാട്ടുകാർ അപ്പോൾ തന്നെ രക്ഷപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ ആദിൽ ഹസനും മുഹമ്മദ് ആദിലും പിന്നീട് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഇവർക്കായി ഒരു ശക്തമായൊരു തിരച്ചിലാണ് നടന്നത്. പോലീസിന്റെയും ഒപ്പം കോസ്റ്റൽ പോലീസിന്റെയും കോസ്റ്റ് ഗാർഡിന്റെയും ഫിഷറീസ് വകുപ്പിന്റെയും അതിലെല്ലാം ഉപരി തന്നെ മത്സ്യത്തൊഴിലാളികളുടെ, കാരണം മത്സ്യത്തൊഴിലാളികളുടെ സഹകരണമാണ് എല്ലാ വകുപ്പുകളും സംയുക്തമായി തേടിയിരുന്നത്. അവരുടെ എല്ലാം സഹകരണത്തോടുകൂടി തെരച്ചിൽ തുടർന്നു. പിന്നീട് രാത്രി ഇരുട്ടിയ സമയത്ത് വെളിച്ചം ഘടിപ്പിച്ചുകൊണ്ട് ലൈറ്റുകളുടെ സഹായത്തോടു കൂടിയുള്ള ഒരു തിരച്ചിലായിരുന്നു തുടർന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തുടർച്ചയായ തിരച്ചിലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 2 മൃതദേഹങ്ങളും കണ്ടെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിയിൽ സൂക്ഷിച്ച ഈ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇവിടെ അതാത് നാടുകളിൽ എത്തിച്ച്, ഒളവണ്ണയിൽ എത്തിച്ച് കബറടക്കം നടപടികളിലേക്ക് നീങ്ങും. തുളസി റിയാസ്, ഇന്നലെയായിരുന്നു കോഴിക്കോട് ബീച്ചിൽ ഒളവണ്ണ സ്വദേശികളായ ആദിൽ ഹസൻ, മുഹമ്മദ് ആദിൽ എന്നീ കുട്ടികളെ തിരയിൽപ്പെട്ട് കാണാതായത്. ഇന്ന് പുലർച്ചയോടുകൂടി നടന്ന തെരച്ചിലിനൊടുവിൽ ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ കൈമാറും.